Hello, today's vlog is about exploring Tanker outlets. So, welcome to Agla Diaries. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് നേരെ റെഡിയായിട്ട് ഇറങ്ങി. നമ്മൾ റെഡിയാവുന്ന സമയത്ത് ബസ് വരണമെന്നില്ലല്ലോ, അതതിൻ്റെ തോന്നിയ സമയത്തല്ലേ വരത്തുള്ളൂ. അങ്ങനെ ബസ് എപ്പോഴാണ് വരുന്നതെന്ന് നോക്കിയപ്പോഴത്തേന് 10 മിനിറ്റ് ഡിലേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്നൊരു സൈക്കിളൊക്കെ ചവിട്ടി നോക്കി പതിയെ ബസ് വരുന്ന സമയമൊക്കെ ആകാറായപ്പോഴേക്കും ഞങ്ങൾ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. ഈ കാണുന്നത് അൽഗോൺക്വിൻ കോളേജാണ്, ഞങ്ങൾ പഠിച്ച കോളേജ്. ഇത് കാണുമ്പോൾ ഓർക്കും കോളേജ് ചെറുതാണ്, പക്ഷേ ഇത് ആകെ കൂടെ അതിൻ്റെ ഒരു 10% കാണത്തുള്ളൂ. ആ പാലം കഴിഞ്ഞ് ഇപ്പുറത്തോട്ട് പിന്നെ അങ്ങോട്ട് ഫുള്ള് കോളേജ്. അങ്ങനെ നേരെ ബസ് സ്റ്റോപ്പിലേക്ക് വന്നു. ഇതാണ് കാനഡയിലുള്ള ബസ് സ്റ്റോപ്പ്. ഈ പറഞ്ഞ നമ്പേഴ്സൊക്കെ ഉള്ള ബസ്സാണ് ഇവിടെ നിർത്തത്തുള്ളൂ. ഇത് വിൻ്ററിൻ്റെ സമയമാകുമ്പോഴത്തേക്കിനാണ് ഏറ്റവും കൂടുതൽ പണി വരാൻ പോണത്. കാര്യം ഇങ്ങനെ തുറന്നിരിക്കുമ്പോഴത്തേക്കിന് എങ്ങനെയും ബസ്സൊക്കെ നല്ല രീതിക്ക് ഒരു 20 മിനിറ്റൊക്കെ ഡിലേ ആവുകയാണെങ്കിൽ നല്ല രീതിക്ക് പണി കിട്ടും. ഇതിനകത്ത് നമുക്ക് ബസ് ഏതൊക്കെ ടൈമിൽ വരുന്നൊക്കെ കാണിക്കും. അവിടെ കുറേ പേരുന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ ഇത് നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റും. പക്ഷേ വിൻ്ററിൻ്റെ സമയത്ത് നമുക്ക് ഇവിടെ ഇരിപ്പൊന്നും ഉറക്കില്ല. അങ്ങനെ കുറേ നേരം നിന്നിട്ട് ബസ് വന്നു. ബസ്സിൽ നമുക്ക് കാർഡ് ഉണ്ടാവും. എല്ലാവർക്കും സ്റ്റുഡൻസിനാണെങ്കിൽ സ്റ്റുഡൻറ്റ് കാർഡ് ഉണ്ടാവും. അല്ലാത്തവർ നമ്മൾ +2 എന്ന് പറഞ്ഞ കാർഡ് എടുക്കണം. അങ്ങനെ അകത്തെ ടാപ്പ് ചെയ്ത് നമ്മൾ ബസ് കയറി. ഇതാണ് ബസ്സിൻ്റെ അകം. അവിടെ ഇങ്ങനെ ഓരോരുത്തർക്ക് സ്പെഷ്യലായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ സ്പെഷ്യലായിട്ട് ഇരിക്കാൻ ഒക്കെ പറ്റിയ സെറ്റപ്പൊക്കെ ഉണ്ട്. അങ്ങനെ ബസ് നെക്സ്റ്റ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് അടുത്ത ബസ് കയറിയിട്ട് വേണമായിരുന്നു അടുത്ത സ്റ്റോപ്പിലേക്ക് പോകാൻ. അങ്ങനെ ബസ് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അടുത്ത ബസ് കയറണമെങ്കിൽ നമുക്കിങ്ങനെ ഒരു ആപ്പുണ്ട് ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഈ ആപ്പിനകത്ത് നോക്കിയിട്ട് നമുക്ക് ഏതൊക്കെ ബസ് എപ്പോഴൊക്കെ വരും, ഏത് ടൈമിൽ വരും, എവിടം വരെ ആയി, അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. എന്നിട്ട് ഇവിടെ നമുക്ക് നമ്പേഴ്സ് ഉണ്ടാവും, 2A 3B 1A 1B അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പം നമുക്ക് ഈ ആപ്പിനകത്ത് തന്നെ നമുക്ക് കാണിക്കുകയും ചെയ്യും ഏത് സ്ഥലത്താണ് ഏത് നമ്പറിലാണ് പോയി നിൽക്കേണ്ടതെന്നൊക്കെ. അപ്പം ഞങ്ങൾക്ക് നിൽക്കേണ്ടത് 3Bയിലാണ്. അപ്പം നേരെ ഞങ്ങൾ 3Bയിലേക്ക് നടന്നു. അങ്ങനെ നടന്ന് ഏതോ 62 സിറ്റ്സ്വില്ലെ അങ്ങനെ എങ്ങാണ്ട് പറഞ്ഞൊരു ബസ്സായിരുന്നു കയറേണ്ടത്. ഇതൊക്കെ ബാലൻസ് ചെയ്ത് ഈ റോട്ടിൽ കൂടെ ഓടിക്കുന്ന പുള്ളിനെ സമ്മതിക്കണം. ഒരുത്ത കയറുന്നിട്ട് യൂസ് കഴിയുമ്പോഴത്തേക്ക് നമുക്കിന് ട്രോളി പോലെ വലിച്ചുകൊണ്ട് പോകാം. അങ്ങനെ ഞങ്ങളുടെ ബസ്സെല്ലാം വന്ന് നേരെ ടാൻജേഴ്സിലേക്കുള്ള ബസ് കയറി. പോകുന്ന വഴിയൊക്കെ കാണാൻ ഇന്ന് ആകാശത്തിന് എന്തോ നല്ല ഭംഗിയുണ്ട്. ഭയങ്കര രസമായിരുന്നു കാണാൻ. പോകുന്ന വഴിയെല്ലാം കാണാൻ അടിപൊളിയായിരുന്നു. അങ്ങനെ നേരെ ടാൻജേഴ്സിൻ്റെ അവിടെ ചെന്ന് ഇറങ്ങി. ഇതാണ് ഞാൻ പറഞ്ഞ ടാൻജേഴ്സ് ഔട്ട്ലെറ്റ്. നമ്മുടെ ഈ നാട്ടിലെ മാളൊക്കെ പോലെ തന്നെ, എന്നാൽ മാളല്ല, നമ്മുടെ മാളെന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും ഓരോരോരോ ഫ്ലോറുകളായിട്ടുള്ള. ഇത് ഫ്ലോറുകളല്ല, ഒരു സ്പേസിൽ നിറച്ചും നല്ല അടിപൊളി ബ്രാൻഡ് സ്റ്റോർ. ഇപ്പോൾ നാട്ടിലൊക്കെ പോകാൻ നിൽക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ഇവിടെ ഏറ്റവും ബെസ്റ്റ്. കാര്യം ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും നമുക്ക് വന്ന് കണ്ട് നേരിട്ട് നല്ല അടിപൊളി സാധനങ്ങളൊക്കെ എടുക്കാൻ പറ്റും. ഇവിടെ എല്ലാ ബ്രാൻഡിൻ്റെ എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. ഈ ബോർഡിൽ കാണുന്ന പോലെ കോച്ച്, മൈക്കിൾ കോർസ്, പ്യൂമ, നൈക്ക്, അങ്ങനെ അത്യാവശ്യം ഉള്ള എല്ലാ സ്റ്റോറും ഇവിടെ ഉണ്ട്. നമുക്ക് പതുക്കെ ഓരോന്ന് കാണാം. അങ്ങനെ ഇതാ ഞാൻ പറഞ്ഞ പോലെ കണ്ടോ, കോച്ചിൻ്റെ ഒരു സ്റ്റോർ. ഇങ്ങനെ ഫ്ലോർ ആയിട്ടല്ല, ഒരു ഏരിയ നിറച്ചും ഓരോരോ കടകളായിട്ട് ഇങ്ങനെ ബ്രാൻഡ് സ്റ്റോർ പോലെ. ആദ്യം ഞങ്ങൾ നേരെ പോയി കയറുന്നത്, ആദ്യം നമുക്ക് മറ്റേ സൈഡിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഒരു വശത്തുനിന്ന് ഇങ്ങോട്ടേക്ക് തോന്നുന്ന കടയിലെല്ലാം കയറി ഇറങ്ങി നടക്കാമെന്ന് പറഞ്ഞിട്ടാണ് നടന്നത്. ആദ്യം തന്നെ ന്യൂ ബാലൻസിൻ്റെ സ്റ്റോർ കണ്ടതുകൊണ്ട് അങ്ങോട്ടേക്ക് കയറി. ഷൂസൊക്കെ എടുക്കണം, പിന്നെ കാണുവാണെങ്കിൽ ഒരു ടീഷർട്ടൊക്കെ എടുക്കണം, അങ്ങനെയൊക്കെ ഉദ്ദേശത്തിലാണ് അവർ വന്നത്. ഞാനല്ല, കാശില്ലാത്തതുകൊണ്ട് എനിക്കൊന്നും മേടിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ നേരെ ന്യൂ ബാലൻസിൻ്റെ സ്റ്റോറിൽ കയറിയിട്ട് അവിടെയുള്ള ഷൂസ് എല്ലാം നോക്കി അതിൻ്റെ വിലയും നോക്കി ഞെട്ടി നടക്കലായിരുന്നു പരിപാടി. ഇതിൻ്റെയൊക്കെ വില നോക്ക്, $129, $139, $179, അങ്ങനെ പല റേഞ്ചിലുള്ള പല വെറൈറ്റി ഷൂസ്. അങ്ങനെ ന്യൂ ബാലൻസിലെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ അർബൻ പ്ലാനറ്റിൽ പോയി. അർബൻ പ്ലാനറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അത്യാവശ്യം ഏറ്റവും നല്ല ചീപ്പായിട്ട് ക്ലോത്ത്സ് കിട്ടുന്നൊരു സ്ഥലമാണെന്നാണ് എനിക്ക് തോന്നുന്നതല്ല, അത് തന്നെയാണ്. കാര്യം ഓൾമോസ്റ്റ് ബാക്കിയുള്ള സ്റ്റോർസിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കിന് ഏറ്റവും കൂടുതൽ ലോ ആയിട്ട് നമുക്ക് നല്ല ചീപ്പായിട്ട് ക്ലോത്ത്സ് ഇവിടെ കിട്ടും. അതുപോലെ തന്നെ അതിൻ്റെ ക്വാളിറ്റിയിലും ഓരോരോ ഇതുണ്ട്. അങ്ങനെ ഇവിടെ എല്ലാം കയറി കുറേ നോക്കി. ഇവിടെയൊക്കെ കയറുമ്പോഴത്തേനും നമുക്ക് ആദ്യം കാണുമ്പോഴത്തേനും ഒരുമാതിരി രീതിയിൽ തോന്നും, തപ്പിയെടുക്കണം. തപ്പിയെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി കളക്ഷനൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഞാൻ പിന്നെ എനിക്ക് നൈറ്റ് ഡ്രസ്സ് ആവശ്യം ഉള്ളത് കൊണ്ട് നൈറ്റ് ഡ്രസ്സിൻ്റെ അങ്ങോട്ട് പോയി നോക്കി. പിന്നെ പൈസ ഇല്ലല്ലോ എന്ന് ഓർത്തിട്ട് പിന്നെ ആ വശത്തേക്കേ പോയില്ല, നേരെ പിന്നെ നടന്നു. അങ്ങനെ കുറേ നേരം അതിനകത്ത് കൂടി ഇങ്ങനെ എന്ത് നോക്കുമ്പോൾ മൊത്തം ഒരുമാതിരി
ഞാനൊന്നും ഇടാത്ത ടൈപ്പ് എനിക്ക് കൂടുതലും അതിനകത്ത് തോന്നിയത്. മൊത്തം ഒരുമാതിരി ഇപ്പം സമ്മർ ടൈം ആയതുകൊണ്ട് കൂടുതലും ആൾക്കാരിപ്പം സ്ലീവ്ലെസ് ആയിട്ടുള്ളതും ഷോർട്ട് ഡ്രസ്സസും ഒക്കെയാണ് അവർ കൂടുതലും ഇടുന്നത്. അപ്പോൾ അങ്ങനത്തെ ഉള്ള ഡ്രസ്സാണ് ഇപ്പോൾ മൊത്തം വന്നിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഞാൻ നോക്കിയപ്പം ടീഷർട്ട് കണ്ടു. പിന്നെ കാശില്ലാത്തതുകൊണ്ട് വെറുതെ എന്തിനാ എടുക്കുന്നത് എന്നോർത്തിട്ട് പിന്നെയും കുറേ നേരം അതുവഴിയൊക്കെ പോയി നോക്കി നടന്നു. അങ്ങനെ കുറേ നേരം കറങ്ങി വന്നപ്പോൾ പിന്നെയും നൈറ്റ് ഡ്രസ്സിൻ്റെ അവിടെ വന്നു. ഇനിയിപ്പോൾ എടുക്കണമെന്ന് വെച്ചാലും നടക്കില്ല. ഷർട്ട് കണ്ട് അതെടുത്ത് നോക്കിയപ്പോഴത്തേനും ഫുൾ അതിൻ്റെ കൂടെ ഷോർട്സ് ആണുള്ളത്. അത് നല്ല ഇറക്കക്കുറവുള്ള ഷോർട്സ്, അതുകൊണ്ട് അതെടുത്തില്ല. എന്നാൽ പിന്നെ പാൻസ് എടുക്കാമെന്ന് വെച്ച് പാൻസിൻ്റെ അങ്ങോട്ട് പോയപ്പോഴത്തേനും മൊത്തം സ്ലീവ്ലെസ്സും ക്രോപ്പ് ടോപ്പും. ഈ പറഞ്ഞ സംഭവങ്ങൾ രണ്ടും പെയർ ചെയ്ത് ഞാൻ ഇടത്തില്ലാത്തത് കൊണ്ട് ഓക്കെ അങ്ങനെയാണ് കൂടുതലും. മോസ്റ്റ് ഓഫ് ദ ടോപ്സും ഇവിടെ അങ്ങനെയാണ്. ഞാൻ ഇടാത്ത ടൈപ്പ് ആയതുകൊണ്ട് ചുമ്മാ കുറേ നേരം കറങ്ങി നടന്ന് അതുവഴി അങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കി അങ്ങനെ അങ്ങ് നടന്ന്. പിന്നെ അവർക്ക് ടീഷർട്ടൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പം വിലക്കുറവ് കിട്ടിയതുകൊണ്ട് അവർ 2-3 ടീഷർട്ട് എടുത്തെന്ന് തോന്നുന്നു. ഒരാളെ എടുത്തുള്ളൂ, ചേട്ടൻ മാത്രമേ എടുത്തുള്ളൂ, മറ്റേ അവൻ എടുത്തിട്ടില്ല. പക്ഷേ ഈ സൈഡിലൊക്കെ അത്യാവശ്യം നമ്മൾ ഇടുന്ന ടൈപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങ് നടന്ന് വന്നപ്പോഴത്തേക്കിനാണ് കണ്ടത് നല്ല അടിപൊളി പാൻസൊക്കെ ഉണ്ടായിരുന്നു. പാൻറ്റ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പക്ഷേ കാശില്ലാത്തതുകൊണ്ട് മേടിക്കാൻ പറ്റില്ല. പിന്നെ അതവിടെ അങ്ങനെ അങ്ങ് ഇട്ടു. നല്ല മഞ്ഞ ടോപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, എടുക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ചെരുപ്പിൻ്റെ സെക്ഷനിലേക്ക് വന്നു. ഇപ്പം ഈ മിക്ക കോളേജുകളിലും ഗ്രാജുവേഷൻ്റെ ഒക്കെ ടൈം ആയതുകൊണ്ട് ഗ്രാജുവേഷന് പറ്റിയ ഷൂസും ചെരുപ്പുകളും ഒക്കെ ഒത്തിരി നല്ല റേറ്റ് കുറവിലുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ക്വാളിറ്റിയും റേറ്റ് കുറവിനനുസരിച്ചുള്ള ലോ ക്വാളിറ്റി സാധനങ്ങൾ തന്നെയായിരുന്നു ഫുള്ളും. പിന്നെ അവിടുന്ന് ഇറങ്ങി നെക്സ്റ്റ് കട ലക്ഷ്യം വെച്ച് അങ്ങോട്ടേക്ക് നടന്നു. ഇത്തവണ ഞങ്ങൾ മാർഷൽസിൽ പോകാൻ ഓർത്തു. ഇതും അത്യാവശ്യം റേറ്റ് കുറവെന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഈ അർബൻ പ്ലാനറ്റിലെ പോലെ അത്ര റേറ്റ് കുറവൊന്നുമല്ല. പക്ഷേ ഈ ആകാശം നോക്ക്, എന്ത് അടിപൊളിയാണ് കാണാൻ വേണ്ടി. ഒരുമാതിരി കാർട്ടൂൺ മാതിരി. കിടക്കുന്ന കുറേ ഷർട്ട്. ഓ ഗോഡ്, മാറണം എന്നുണ്ട്. കാശില്ലാത്തപ്പോഴേ പിന്നെ വരത്തുള്ളൂ. ആദ്യമൊക്കെ ഗ്രാജുവേഷൻ എൻ്റെ മൈൻഡിൽ ഇതൊക്കെയായിരുന്നു എൻ്റെ മൈൻഡിൽ. ഓ മൈ ഗോഡ്, ഇവിടെയുള്ള ഡ്രസ്സിൻ്റെ കൂടെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ സൈഡായിട്ട് ഗിഫ്റ്റ് വരും. അങ്ങനെ അകത്തൊക്കെ കയറി കുറേ നേരം അതുവഴി തെണ്ടി നടന്നു, കുറേ സാധനങ്ങളൊക്കെ നോക്കി. പിന്നെ തിരിച്ചിറങ്ങി. അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് നേരെ ഫേമസ് ഫുഡ് വെയർ, അവർ തന്നെ പറയുന്നുണ്ട് ഞങ്ങൾ ഫേമസ് ആണ്. അപ്പം ഈ ഫേമസ് ഫുഡ് വെയറിൽ എന്നാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഫേമസ് ഫുഡ് വെയർ കയറാൻ നിർത്തിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് കയറി. അതിനകത്ത് കയറിയപ്പോഴത്തേക്കിന് കുറേ ക്യാപ്പും സാമാനങ്ങളും എല്ലാം ഇരിപ്പുണ്ട്. പിന്നെ നോക്കിയപ്പോഴത്തേനാണ് ഫേമസ് ഫുഡ് വെയറിൽ ഫേമസ് ആയിട്ടുള്ള എല്ലാ ബ്രാൻഡിൻ്റെ ഷൂസും കാര്യങ്ങളും എല്ലാം അവിടെ ഇരിപ്പുണ്ട്. ക്രോക്സ് ഉണ്ട്, നൈക്കി ഉണ്ട്, പ്യൂമയുണ്ട്, ന്യൂ ബാലൻസ് ഉണ്ട്, പിന്നെ ഈ വർക്ക് ഷൂസും അങ്ങനെ കുറേ ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡിൻ്റെ എല്ലാ ഷൂസും വെച്ചിരിക്കുന്നതാണ് ഈ ഫേമസ് ഫുഡ് വെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഇത് വെച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല കളക്ഷനും ഉണ്ടായിരുന്നു കേട്ടോ. ഇതെന്താ ഇത്? അയ്യോ, ഇത് നോക്ക്, എൻ്റെയൊക്കെ ഒരു കൈയുടെ വലിപ്പം പോലും ഇല്ല. ട്രെൻഡിങ് മഴയത്തിടാൻ അത്യുത്തമം. ഇത് കൊള്ളാല്ലേ? വാവ്, നൈസായിട്ടുണ്ട്. ലേശം കൊള്ളാം, ലേശമൊന്നുമല്ല, നല്ല കത്തിക്കൊള്ളാം. ഇതും കൊള്ളാം. ഐ ലൈക്ക് ദിസ്. അതാണ് അത് നല്ല രസമുണ്ട്. അതിനെത്ര ദിവസം? $139. വാവ്, ഏകദേശം ഒരു 10,000 രൂപ.
ഏതാ പുതിയ ട്രെൻഡ്? ഇതോ? ഷൂവിൻ്റെ അടിയിൽ വേറെന്തോ പിടിപ്പിച്ച പോലുണ്ട്. കാർ കാറ്റർപില്ലർ. ഞാൻ കാർപ്പൻ്റർന്ന് വായിച്ചേനെ. വെള്ളം കൊള്ളില്ല. ഇതോ $79 ചീഞ്ഞ സാധനത്തിന്. നോട്ട് ഫ്രം ഹിയർ. അത് പിന്നെയും കുഴപ്പമില്ല. ഇതാണ് പറയുന്ന കളറിൻ്റെ ഇത്. അതിൻ്റെ ബോക്സൊക്കെ നോക്ക്. ബോക്സ് തന്നെ വെറൈറ്റിയാ ഫുള്ള്. ജെൻസിൻ്റെ അവിടെ ഈ ഷൂസ് ഞാൻ എൻ്റെ അനിയനെടുത്തതാണ്. ഞാൻ എൻ്റെ അനിയനെടുത്തോണ്ട് പോയതാ. സ്വർണ്ണ കളറിലെ ഷൂസ്. $165. കയറുമ്പോൾ തന്നെ എന്തൊരു സ്മെല്ലല്ലേ ഇതിനകത്ത്. നാട്ടിലെങ്ങനെ പറഞ്ഞാൽ ബ്യൂട്ടീഷ്യൻ പിടിച്ചിട്ട് വരുന്ന ഉറപ്പായിട്ട് എനിക്കിവിടെ ജോലി കിട്ടിയാനായിരുന്നു. അതെ അതെ, ചേട്ടൻ ഇതൊക്കെ ആയിട്ട് നിൽക്കുന്ന ഡിയോറിൻ്റെ സാധനം. ഈ സെയിം എൻ്റെ അമ്മേടെ അടുത്തുണ്ട്. ഇതാ ഇപ്പം ചേച്ചി യൂസ് ചെയ്യുന്ന സാധനം. മറ്റേ ഷാംപൂ കണ്ടീഷണർ അല്ല, അതിൻ്റെ തലമുടിയുടെ. സത്യം പറഞ്ഞാൽ നല്ലതാണെന്ന് പറഞ്ഞായിരുന്നു. സത്യ പറഞ്ഞത്. ഫെൻഡി. സെഫോറ. ചേട്ടാ ഹെയറിൻ്റെ ഏറ്റവും നല്ല സൂപ്പർ സാധനം കെറാസ്. ഇതിൻ്റെ പേരെങ്ങനെയാ പ്രൊണൗൺസ് ചെയ്യുന്നത്? ഇത് സൂപ്പർ സാധനമാണ്. സീരിയസ്ലി പറഞ്ഞ കെറാസ്റ്റൈസിൻ്റെ ഇത് ഇതൊക്കെ സൂപ്പറാ. കളർഫുൾ. ഷാർലറ്റിൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് കൺസിലർ ബോൺഡസ് വെൽ. നൈസ് സാധനം. ടിമ്മി പോയാൽ മതി. ഇവിടെ ഭയങ്കര കാശാ. നമുക്ക് ലിൻഡിൻ. താങ്ക് യു. ഫ്രീ ആയിട്ട് ചോക്ലേറ്റും കിട്ടി. എന്തായാലും ഒന്ന് മേടിച്ചോട്ടിറങ്ങില്ല. നാണക്കേടാണല്ലോ ദൈവമേ. നാട്ടിൽ പോയപ്പോൾ എന്ത് ഇവിടെ വരാഞ്ഞോ ഞാൻ. So all the chocolates are by weight and they're all the same price. And you can mix with the Lindo table and specialty table. You can mix and match. Okay. You get a bag here and you make your own selection. If you reach 5 kilograms, you get the 20% discount. So the price changes from $10.99 to $8.79. ജർണ ചേച്ചിയും കൂടെ 2 മിഠായി മേടിച്ചിട്ട് പോയാലോ? നോ ആഡഡ് ഷുഗർ. ലിൻഡിൻ്റെ സൂപ്പറല്ലേ.
ഓ ഗോഡ് ഈ മല കാരണം blackberry used to protein quencher, raspberry used to protein quencher, iced coffee, regular chill. എവിടെയെങ്കിലും ഒക്കെ കയറിയിരുന്നോ? വിശ്വാസമില്ലെന്ന് കൊള്ളാം.